ഹായ് ഗൈസ്, എല്ലാവർക്കും അച്ചോൺ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 9 ഇന്ത്യയിൽ നടന്ന അതിദാരുണമായ ആർജിക്കർ മെഡിക്കൽ കോളേജ് കൊൽക്കത്ത ഹോസ്പിറ്റലിൽ നടന്ന ഒരു ഡോക്ടറിന്റെ അതിദാരുണമായ ഒരു കൊലപാതകവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റും കാര്യങ്ങളും അവിടുത്തെ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ നിറയെ യൂട്യൂബ് ചാനലിലൂടെയും ന്യൂസിലൂടെയൊക്കെ വാർത്തകൾ കണ്ടിട്ടുണ്ടാകും. അപ്പം ഞാൻ ഇത്ര ഒരു ഗ്യാപ്പ് എടുത്തതെന്ന് പറഞ്ഞാൽ അവിടുത്തെ കൂടുതൽ കാര്യങ്ങളും ഒന്ന് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം സംസാരിക്കാം എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഗ്യാപ്പ് ഇട്ടത് തന്നെ. അപ്പം നമുക്ക് ആദ്യമേ ഞാൻ ഈ ടോപ്പിക്ക് അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. മുമ്പ് ഒരു നിർഭയ കേസ് എന്തോരം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആ കുട്ടി ഫേസ് ചെയ്ത് അതിന് അവസാനം മരണത്തിലേക്ക് തള്ളിവിട്ട കാര്യങ്ങളൊക്കെ അറിയാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പിടിച്ചുലക്കിയ ഒരു കൊലപാതകവും സംഭവങ്ങളൊക്കെയാണ്. അതിൻ്റെ ഒരു വേറൊരു വേർഷൻ, അല്ലെങ്കിൽ നിർഭയ 2 എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്കൊരു അഭയ എന്ന് നമുക്ക് ആ കുട്ടിയെ ഇപ്പം തൽക്കാലിക ഒരു പേരിട്ട് വിളിക്കുകയാണ്. അപ്പം ഇതൊരു ഡോക്ടറാണ്. എന്തുകൊണ്ട് ഡോക്ടർ എന്ന് എടുത്തു പറയുന്നു എന്ന് ഞാൻ പറയാണ്. എല്ലാ ജീവനും ഒരേപോലെ വിലപ്പെട്ടതാണ് അല്ലേ? എല്ലാ ജീവനും അതിൻ്റെതായ എല്ലാവർക്കും ഒരേ വില തന്നെയാണ് എല്ലാ ജീവനോടും. പക്ഷെ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് അവർ നിരവധി ജീവനുകളെ അവർ പിടിച്ചു നിർത്തുന്ന ഒരു പൊസിഷനാണ് ഡോക്ടർ എന്നുള്ള സേവനമാണത്. അപ്പം ഒരു ഡോക്ടറിന്റെ ജീവൻ എന്ന് പറയുന്നത് അതിലും മേളിൽ ഒരു തൂക്കമുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാര്യം ഫ്യൂച്ചറിൽ അല്ലെ ഭാവിയിൽ ആ ഒരു അഭയ എന്ന കുട്ടിയുടെ ജീവൻ കൊണ്ട് പലരുടെയും ജീവൻ രക്ഷപ്പെട്ടേനെ. പക്ഷേ ഒരു കൊലപാതകി അയാളുടെ നിഷ്ഠൂരമായ കൈകൾ കൊണ്ട് ആ ഒരു ജീവൻ, ആ ഡോക്ടറിന്റെ ജീവൻ എടുത്തു. അതുപോലെ തന്നെ അതിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് അതിന് തൊട്ടു മുമ്പ് ക്രൂരമായ പല പീഡനങ്ങളും അതിന് സഹിക്കേണ്ടി വന്നു എന്ന് അതിന്റെ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഏതൊരു ഇന്ത്യക്കാരനെ അല്ല, ഏതൊരു മനുഷ്യന്റെ ഉള്ളിലയ്ക്കുന്ന സംഭവങ്ങളാണ് ന്യൂസിലൂടെയൊക്കെ കേൾക്കുന്നത്. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെല്ലാം വെളി വന്നതിൽ ഞാൻ ആ ന്യൂസ് കണ്ടപ്പോഴും അത് വായിച്ചപ്പോഴൊക്കെ തന്നെ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി പോയി എന്ന് തന്നെ പറയാം. ഞാൻ ഈ ടോപ്പിക്ക് 2 ഭാഗങ്ങളായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയുള്ള നാൾ വഴി നടന്ന സംഭവങ്ങൾ, അതേപോലെ തന്നെ ഇതിൻ്റെ പിന്നിലുള്ള പല കാര്യങ്ങളും, പ്ലാനിങ്ങുകളും പല പ്രശ്നങ്ങളും, അത് ഈ 2 ഭാഗമായിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഈ നടന്ന സംഭവം, ഇവിടം വരെയുള്ള കാര്യങ്ങൾ അത് ഞാൻ പറയാം. ഓക്കെ. അപ്പം ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ കൊൽക്കത്ത ആർജിക്കർ ഹോസ്പിറ്റലിലാണ്, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. അവിടെ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 450-ലേറെ പേർ, അതെന്ന് പറയുന്നത് മെയിൻ ഡോക്ടർമാരും അതേപോലെ PG ട്രെയിൻഡ് ഡോക്ടർമാർസും ഉണ്ട്. ഏതാണ്ട് ഒരു 450 മേലുള്ള ഡോക്ടേഴ്സ് ഉണ്ട് ഓൾറെഡി ആ മെഡിക്കൽ കോളേജിൽ. അപ്പൊ അത്രയും ഡോക്ടേഴ്സ് വരുമ്പോഴത്തേക്കും അവിടെ മെയിൻ സർജറി ഉൾപ്പെടെ പല ടൈപ്പ് മെയിൻ സർജറികൾ ഉൾപ്പെടെ അതുപോലെ നിരവധി ആൾക്കാർ വന്നും 24 hours സർവീസും നിരവധി ആൾക്കാർ വന്നും പോയി നിൽക്കുന്ന ഒരു മെഡിക്കൽ കോളേജിലാണ് ഈ സംഭവം ഇന്ത്യയിൽ നടന്നത്. അത് കൊൽക്കത്ത പോലുള്ള മെയിൻ സിറ്റിയിൽ നടന്നത് എന്ന് അളിക്കുമ്പോഴത്തേക്കും നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എവിടൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി നടക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഇത്രയും ആൾക്കാരും വന്നുപോയി നിൽക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ, അവിടുത്തെ ഒരു സെമിനാർ ഹാളിൽ ഇത് നടക്കണമെങ്കിൽ, അതൊരു ഡോക്ടറിന് ഇങ്ങനെ ഒരു സംഭവം നടക്കണമെങ്കിൽ, അപ്പം നമ്മുടെ സാമൂഹിക സുരക്ഷയെ പറ്റിയും നമ്മൾ ചിന്തിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു. ഈ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 9 രാവിലെയാണ് ഇത് കാണുന്നത്. സെമിനാർ ഹാളിൽ ആൾക്കാർ ക്ലീനിങ്ങിനും അതിനൊക്കെ ആൾക്കാർ വന്ന സമയത്താണ് ആ കുട്ടിയുടെ ബോഡി ബ്ലഡൊക്കെ ആയിട്ട് അവിടെ കിടക്കുന്നത് കാണുന്നത്. പിന്നീട് പോലീസിനെ അറിയിക്കുകയും അവിടെ ഡോക്ടർമാരൊക്കെ വന്ന് നോക്കുകയും പോലീസിനെ അറിയിക്കുകയും പോലീസ് വരികയും പിന്നെ മീഡിയ അറ്റൻഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 1 ദിവസം 2 ദിവസം കഴിഞ്ഞ് ഡിലേ ആയിട്ടാണ് മീഡിയ അറ്റൻഷനൊക്കെ കിട്ടുന്നത് തന്നെ. അതിന് മുമ്പ് ഇവർ കുറെ അത് ആത്മഹത്യ എന്ന രീതിയിലാക്കാനൊക്കെ ശ്രമമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ആ ടോപ്പിക്ക് ഞാൻ പിന്നെ വരാം. അപ്പോൾ നടന്ന സംഭവം എന്ന് പറയുന്നത് ഈ അഭയ എന്ന ഡോക്ടർ, അഭയ എന്ന് പറഞ്ഞാൽ ഞാൻ താൽക്കാലിക ഒരു പേരിട്ട് വിളിക്കുകയാണ്. അഭയ എന്ന ഡോക്ടർ PG ട്രെയിനിയാണ്, 31 വയസ്സ്. അപ്പോൾ അവിടുത്തെ ഏതാണ്ട് ഒരു 26-34 മണിക്കൂർ വർക്ക് ടൈം ചെയ്തുകൊണ്ടിരിക്കുന്നത് റെസ്റ്റ് എടുക്കാനായിട്ട്. അവർ ഫ്രണ്ട്സ് ഉൾപ്പെടെ സെമിനാർ ഹാളിൽ ഫുഡ് കഴിച്ചതിന് ശേഷം അവർ റെസ്റ്റ് എടുക്കാനായിട്ട് ബാക്കിയുള്ള ഡോക്ടേഴ്സ് വർക്കിന് പോവുകയും പുള്ളിക്കാരി മാത്രം റെസ്റ്റ് എടുക്കാൻ പോയിരുന്ന ടൈമിൽ കുറച്ചു നേരം പഠിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ ഉറങ്ങാൻ വേണ്ടി ടൈമിൽ പോയ സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ രാവിലെ ആകുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്യാൻ ആൾ സെമിനാർ ഹാളിൽ വരികയും ഇങ്ങനെ ബോഡി ആണെങ്കിൽ പോലീസിനെ ഇറക്കുകയും പോലീസ് വന്ന് ഇത് കൈകാര്യം ചെയ്യുകയും ഫോറൻസിക്കാർ വന്ന് ചെക്ക് ചെയ്യുകയും അതിനുശേഷം സെക്യൂരിറ്റി ക്യാമെല്ലാം ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അവിടെ 3:30 ആ സെമിനാർ ഹാളിൽ അവിടുത്തെ ഒരു സെക്യൂരിറ്റി, സിവിൽ വോളണ്ടിയർ ആയിരുന്ന ഒരു സെക്യൂരിറ്റി അവിടെ കയറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആളെ അന്വേഷിക്കാനായിട്ട് പോലീസ് പോവുകയും ചെയ്തു.
അപ്പോൾ ആ മെഡിക്കൽ കോളേജിലെ സിവിൽ വോളണ്ടിയർ ആയിരുന്ന സഞ്ജയ് റോയ് എന്ന ആളാണ് കൾപ്രിറ്റ്. അപ്പൊ അയാളാണ് ഈ 3:30 സെമിനാർ ഹാളിൽ കയറിയിരിക്കുന്നത്. അങ്ങനെ അയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിൽ പിന്നെ അതേപോലെ തന്നെ അയാളുടെ ബൂട്ട്സിൽ ബ്ലഡ് കണ്ട് അത് ടെസ്റ്റിൽ വന്നപ്പോഴത്തേക്കും ഈ കുട്ടിയുടെ ബ്ലഡ് ആയിട്ട് സാമ്യം വന്നുകയും അങ്ങനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ വിശദമായ ചോദ്യം ചെയ്യൽ അയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു, അയാളാണ് കൊന്നത് എന്നുള്ളത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കേസ്. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്താണ് സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ, ഈ കുട്ടി ഫുഡ് കഴിക്കാൻ സെമിനാർ ഉറങ്ങാൻ വേണ്ടിയിട്ട് സെമിനാർ ഹാളിൽ പോയ ടൈമിൽ ഇയാൾ എന്ന് പറയുന്നത് വെള്ളം മദ്യപിച്ച് രാവിലെ സെമിനാർ ഹാളിൽ കയറുകയും ആ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും അതേപോലെ എന്നെ ക്രൂരമായി ഇടിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. ഇയാളൊരു ബോക്സറാണെന്നാണ് അറിയുന്നത്, ബോക്സർ ട്രെയിനിങ് ഒക്കെ കിട്ടിയ ആളാണ്. അങ്ങനെ ക്രൂരമായും വയറിനും എല്ലാം മർദ്ദിക്കുകയും അതിന്റെ ക്ഷതമേറ്റ പാടുകളുണ്ട്. അതേപോലെ മുഖത്ത് ഇടിക്കുകയും അതുവഴി കുട്ടി സ്പെക്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുവഴി ആ സ്പെക്സിന് ഗ്ലാസ് കണ്ണിൽ തറച്ചു കയറിയിട്ട് ബ്ലഡൊക്കെ വന്നിട്ടുണ്ട്, കണ്ണുകളിൽ നിന്നും ബ്ലഡൊക്കെ വന്നിട്ടുണ്ട്. നിരവധി മുറിവുകളുണ്ട്, നിരവധി ചതവുകളുണ്ട്. പിന്നെ അതേപോലെ ഇന്റേണൽ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഇന്റേണൽ ബ്ലീഡിങ് എല്ലാം വന്നിട്ടുണ്ട്, ശരിക്കും ഇന്റേണൽ ബ്ലീഡിങ് വന്നിട്ടുണ്ട്. അപ്പൊ അതിക്രൂരമായി പൈശാചികമായി മനുഷ്യത്വം ഇല്ലാതെ പീഡിപ്പിച്ചു അവസാനം കഴുത്ത് ഞെരിച്ചാണ് ഇയാൾ കൊന്നിരിക്കുന്നത്. അപ്പൊ ഈ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ സംഭവം മാതാപിതാക്കളെ അറിയിക്കുകയും കുട്ടിയുടെ മാതാപിതാക്കൾ വീട് വരികയും ഇപ്പൊ മാതാപിതാക്കൾ ഈ മെഡിക്കൽ കോളേജിലെ അധികൃതർ മാനേജ്മെന്റ് ടീമുകൾ അവരെ പക്ഷേ പോസ്റ്റ്മോർട്ടം വേണ്ട, അവര് സ്വയം ആത്മഹത്യ ചെയ്ത് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുകയും പോലീസിന് റിപ്പോർട്ട് കൊടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അതാണ് സംശയത്തിന് തുടക്കം. അപ്പൊ ഇവര് അതിനൊരു സാഹചര്യമില്ല, കുട്ടി ആത്മഹത്യ ചെയ്യാനൊരു സാഹചര്യമില്ല, പിന്നെ എന്തിനു കുട്ടി ആത്മഹത്യ ചെയ്യണം എന്നുള്ള സംശയവും കാര്യങ്ങളും കുട്ടി അവർ സമ്മതിച്ചില്ല. പിന്നെ ഇവരുടെ ഇടപെടലും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടാണ് ഇത് മീഡിയ അറ്റൻഷൻ കിട്ടുകയും മാതാപിതാക്കൾ മീഡിയയിലായിട്ട് പ്രസന്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് തുടങ്ങിയാണ്. ഇതിനിടയിൽ മാനേജ്മെന്റ് ടീം ഈ പ്രൊട്ടസ്റ്റിനെതിരെ നിരവധി തടസ്സങ്ങൾ ഉണ്ടാക്കുകയും അതേപോലെ തന്നെ ഈ പോലീസുകാരുമായി ചേർന്ന് നിരവധി ഒത്തുതീർപ്പിന് ശ്രമിക്കുകയൊക്കെ ചെയ്തത് കൂടുതൽ സംശയങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തു. ഇപ്പൊ മാനേജ്മെന്റ് ടീമിന് ഇപ്പൊ സർക്കാർ പ്രൈവറ്റ് ആണെങ്കിൽ ഓക്കെ, അതിന് ഇടപെടുത്തുന്നതിനൊരു ഔചിത്യബോധമുണ്ട്, അവരുടെ ഒരു ഇതിനെ ബാധിക്കും എന്നുള്ള ബിസിനസിനെ ബാധിക്കും എന്നുള്ള രീതിയിൽ ഒരു ഔചിത്യബോധം നമുക്ക് തോന്നാം. പക്ഷേ ഇതൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എന്തിന് അങ്ങനെ ഒരു ഇടപെടൽ നടത്തണം എന്ന് നമ്മൾ ആലോചിക്കണം. അവിടെയാണ് ഇതിന്റെ ഒരു സംശയം നമുക്ക് ഉടലെടുക്കുന്നത്. ഓക്കെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളിയിൽ വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത്രയും ഡീറ്റെയിൽ ചതവുകളും കണ്ണിൽ തറച്ചതും കാര്യങ്ങളൊക്കെ വന്നത്. ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടെന്നറിഞ്ഞ് പേരൻസും അതേപോലെ സഹപ്രവർത്തകരും അതേപോലെ തന്നെ സഹപാഠികൾ എല്ലാവരും കൂടി ചേർന്ന് പ്രൊട്ടസ്റ്റ് തുടങ്ങി, കോളേജ് വെച്ച് പ്രൊട്ടസ്റ്റ് തുടങ്ങുകയും അത് പിന്നെ വ്യാപിക്കുകയും ചെയ്തു. അപ്പൊ ഇതിൽ പിന്നീട് ഈ പ്രൊട്ടസ്റ്റിനെ എതിർത്തുകൊണ്ട് മാനേജ്മെന്റും അതേപോലെ തന്നെ കുറെ ഗുണ്ടകളും വന്നിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സഹപാഠികളെല്ലാം അവരെ ഇതേപോലെ പീഡിപ്പിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അതേപോലെ തന്നെ ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇതിനകത്ത് നമ്മുടെ ഈ സെമിനാർ ഹാളിലും അതായത് ഈ തെളിവുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പോയി മൊത്തം അടിച്ചു തകർക്കുകയും തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഈ ഗുണ്ടകൾ, വെളിയിൽ നിന്നുള്ള പുറത്തുനിന്നുള്ള ഗുണ്ടകൾ. അതേപോലെ തന്നെ മാനേജ്മെന്റിനെ സംശയിക്കാൻ ഒരു കാരണം എന്ന് പറയുന്നത് ഈ സെമിനാർ തെളിവുകളെല്ലാം ഉള്ള ഈ പറയുന്ന സെമിനാർ ഹാള് മാനേജ്മെന്റ് പുതുക്കി പണിയാനായിട്ട്, അതായത് നിർമ്മാണ തൊഴിലാളികളെ വെച്ച്, അന്യ സംസ്ഥാന നിർമ്മാണ തൊഴിലാളികളെ വെച്ച് അതിന്റെ ഒരു ഭാഗം പൊളിക്കുകയും അവിടെ പണി തുടങ്ങുകയും ചെയ്തു. അത് എന്തിന് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഒന്ന്. പിന്നെ ഇത് കാണുന്ന സഹപാഠികളും സഹപ്രവർത്തകരും തെളിവുകൾ നശിപ്പിക്കാനാണ് സാമാന്യം ബോധമുള്ള ഏതൊരു മനുഷ്യനും തോന്നുകയാണ് ഇത് തെളിവുകൾ നശിപ്പിക്കത്തേ ഉള്ളൂ. അപ്പൊ അതെന്തിനു അവരത് ചെയ്യണം? പ്രത്യേകിച്ച് ഒരു ക്രിമിനൽ സ്പോട്ട്, ആ ക്രിമിനൽ സ്പോട്ട് എന്ന് പറയുന്നത് പോലീസ് ഒരു ക്രിമിനൽ സ്പോട്ട് ആണെങ്കിൽ അതായത് തെളിവ് നശിപ്പിക്കാതിരിക്കാൻ എന്ത് ചെയ്യുന്നറിയാ, പോലീസ് അത് ഒന്ന് സീൽ ചെയ്യുകയും ചെയ്യും, അവിടെ ഒരു സെക്യൂരിറ്റി നിർത്തുകയും അവിടെ ആരെയും അനുവദിക്കത്തില്ല. ഫോറൻസിക്കാർ ഫുള്ള് തെളിവെടുത്തതിന് ശേഷമേ ഇവിടെ ആൾക്കാരെ അനുവദിക്കത്തുള്ളൂ, ഇത്ര നാളുകൾക്ക് ശേഷം അനുവദിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ പോലീസ് സീൽ ചെയ്തിട്ടില്ല. അതേപോലെ മാനേജ്മെന്റ് അവിടെ മതില് പൊളിച്ച് വേറെ പണിയാൻ നിൽക്കുന്നത്. അതിന് അവർ പറയുന്ന എക്സ്ക്യൂസ് എന്ന് പറയുന്നത് അവിടെ ആളുകൾക്ക്, അതായത് ഈ ഡോക്ടർമാർക്ക് ക്ഷീണിച്ചാൽ വന്ന് ഉറങ്ങാനുള്ള ഒരു സൗകര്യമില്ല, അത് ഒഴുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊളിക്കുന്നതെന്ന് അറിയുന്നത്. ഇതുവരെ ഇല്ലാത്ത ആ ഒരു ശുഷ്കാന്തി എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളി വന്നതിന് ശേഷവും കൂടുതൽ ആൾക്കാർക്ക് ഡൗട്ടുകൾ കൂടുകയാണ് വന്ന് ചെയ്തത്. അതായത് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തിൽ 150 മില്ലിഗ്രാം സെമൻ പുരുഷ ബീജമാണ് കണ്ടെത്തിയത്. അപ്പം അത് റൂമറാണ് എന്ന രീതിയിലാണ് പോലീസ് പറയുന്നെങ്കിലും, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പോലീസ് പറയുന്നെങ്കിലും അങ്ങനെ ഒരു സംഭവം കൂടുതൽ ഡൗട്ട് ഉളവാക്കിയിട്ടുണ്ട്.
അപ്പോൾ അത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ അറിയണം. അതിന്റെ പേരിൽ പ്രൊട്ടസ്റ്റ് കൂടുതൽ വ്യാപിക്കുകയും അത് ഭയങ്കര ഒരു പ്രശ്നമാകുകയും ഇതോടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളി വന്നതോടെ പ്രൊട്ടസ്റ്റ് കൂടുതൽ വ്യാപിക്കുകയും അതേപോലെ തന്നെ സ്റ്റേറ്റ് വൈസ് അത് കൂടുതൽ പ്രശ്നങ്ങളാവുകയും മൊത്തം അതായത് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നിരവധി പ്രൊട്ടസ്റ്റുകൾ വരികയും അത് മീഡിയ അറ്റൻഷൻ കിട്ടുകയും ചെയ്തതോടെ കൂടുതൽ പ്രശ്നങ്ങളാവുകയും അതേപോലെ സർക്കാർ അതിന് കൊൽക്കത്തയിലെ സർക്കാർ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഇത് കൊടുത്തില്ല. ഒരു പ്രൊട്ടസ്റ്റ് വലുതാകുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം പ്രൊട്ടസ്റ്റ് വലുതാകുകയും നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ മീഡിയ അറ്റൻഷൻ കിട്ടുകയും പ്രൊട്ടസ്റ്റ് ഇന്ത്യ ഫുള്ള് പ്രൊട്ടസ്റ്റ് അത് വ്യാപിക്കുകയും ചെയ്തതോടെ അവിടെ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റേറ്റ് വൈസ് ആണെങ്കിലും അതിന് ഒരു പ്രത്യേക ഒരു ഗൗരവം കണക്കെല്ലാം എടുത്തിട്ടില്ല. അതേപോലെ അവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഒന്നും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല. അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതൊക്കെ നിറയെ സംശയം വരുത്തിയാണ്. പിന്നീട് നടന്ന പല പ്രശ്നങ്ങളും കൂടുതൽ പ്രശ്നങ്ങൾ സംശയങ്ങളിലേക്ക് വരുത്തുന്ന ഒന്നായിരുന്നു. അവിടുത്തെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് സന്ദീപ് ഘോഷ് എന്നാണ്. അപ്പൊ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ഒരു നെഗറ്റീവ് ബാക്ക്ഗ്രൗണ്ടാണ് അയാൾക്കുള്ളത്. ഇതിനു മുമ്പ് കുറെ കൈക്കൂലി വാങ്ങിയത് ഉൾപ്പെടെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു പ്രിൻസിപ്പളായിട്ട് തന്നെ കുറച്ച് നമ്മൾ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാലും വീണ്ടും അയാൾ ഇവിടെ തന്നെ തിരിച്ചു വരികയും 2-3 തവണ അയാൾ തിരിച്ചു വരികയും വേറെ ആളുകളെ ഇവിടെ പ്രിൻസിപ്പളായിട്ട് നിർത്തിയാൽ കൂടിപ്പോയ 1 മാസത്തിനുള്ളിൽ അവരെ അവിടെ നിന്ന് ഇറക്കി ഇയാളെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. അതേപോലെ തന്നെ നിരവധി കംപ്ലൈൻറ്റ്സ് ഇയാൾക്ക് പേരിലുണ്ട്. അതായത് ഇപ്പം ബോഡി, അതായത് ഒരു പോസ്റ്റ്മോർട്ടത്തിന് കിട്ടുന്ന ബോഡി പ്രേതം എന്ന് പറയും. അപ്പൊ അത് ബന്ധുക്കളുടെയോ റിലേറ്റീവ്സിന്റെ ആരുടെയും അനുവാദമില്ലാതെ പിള്ളേർക്ക് അവിടുത്തെ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസിന് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ പഠിക്കാൻ കൊടുക്കുന്നു. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ സംശയങ്ങളുടെ നിലയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഈ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് ടീമാണ് കുട്ടിയുടെ പേരൻസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയതും അങ്ങനെ പല കാര്യങ്ങളും ചെയ്തത്. ഇങ്ങനെയുള്ള നിർമ്മാണം, അതായത് ആ സ്പോട്ട് ഫുള്ള് പൊളിക്കുക, സെമിനാർ ഹാള് ഫുള്ള് പൊളിച്ച് ഇങ്ങനെ ഒരു പണിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇയാൾ ഇരിക്കുകയാണ് ഇതൊക്കെ നടന്നത്. ഉടനെ തന്നെ ഇപ്പൊ പ്രൊട്ടസ്റ്റ് വലുതായെന്ന് കണ്ടിട്ട് ഉടനെ തന്നെ ഇയാളെ ട്രാൻസ്ഫർ ആക്കി വേറൊരു കോളേജിൽ ട്രാൻസ്ഫർ ആക്കി ഉൾപ്പെടെ വേറൊരു കോളേജിൽ ഇതിലും വലിയ പോസ്റ്റിൽ അയാളെ നിയമിക്കുകയും ചെയ്തു. അപ്പൊ അത് എന്തിന് എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. എന്തിനെ ട്രാൻസ്ഫർ ചെയ്തു, അതേപോലെ തന്നെ വേറൊരു വലിയ പോസ്റ്റ് അയാൾക്ക് കൊടുത്തത് എന്തിന്? അതാണ് സംസ്ഥാന തലമായിട്ട് മൊത്തത്തിൽ ആളുകൾക്ക് സംശയത്തിലേക്ക് വഴിവെക്കാൻ ഒരു കാരണമായത്. ഇപ്പൊ അവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരായ പ്രൊട്ടസ്റ്റ് വ്യാപിക്കുന്നതിനും കാരണം മെയിൻ ഒരു കാരണം ഇതൊക്കെ കൊണ്ടാണ്. ഇനി കൊലപാതകയായ സഞ്ജയ് റോയിയെ പറ്റി പറയാം. ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടും നമുക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇയാളൊരു പോലീസിലൊരു അംഗമല്ലായിരുന്നു. ഇയാള് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിലുള്ള ആളായിരുന്നു. ഇയാൾ പിന്നീട് എങ്ങനെ സിവിക് പോലീസ് ഓഫീസർ റോളിലേക്ക് വന്നു, സിവിക് വോളണ്ടിയർ ആയിട്ട് വന്നു. പിന്നെ അതേപോലെ ഇയാൾക്ക് പിന്നിലുള്ള നിറയെ ഗുണ്ടാ ബന്ധങ്ങൾ, അത് കൂടുതൽ സംശയങ്ങൾ ഒഴിവാക്കുന്നു. ഈ കാര്യം പേടിയില്ല. പിന്നെ ഇയാള് 3-4 കല്യാണമൊക്കെ കഴിച്ച് 2-3 കല്യാണത്തിൽ ഭാര്യമാരെ അതിക്രൂരമായി ഇതെനിക്ക് പീഡിപ്പിക്കുകയും അടിക്കുകയൊക്കെ ചെയ്തതിന്റെ പേരിലാണ് അവർ ഡിവോഴ്സായി പോയത്. ഏറ്റവും അവസാനമുള്ള ഭാര്യ മരിക്കുകയും ചെയ്തു. ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതും കൂടുതൽ സംശയങ്ങൾ കൊണ്ടുവരുന്നതാണ്. അതേപോലെ പ്രൊട്ടസ്റ്റ് തടയാൻ വന്ന നിരവധി ഗുണ്ടകൾ ഇവരെവിടുന്ന് വന്നു, അതും കൂടുതൽ സംശയങ്ങളിൽ കൊണ്ടുവരുന്നു. പിന്നെ അതേപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ 150 മില്ലിഗ്രാം ബീജം ഉണ്ട് എന്ന് പറയുന്നത് അതും കൂടുതൽ സംശയം ഉണ്ടാക്കുന്നതാണ്. ഒരു പുരുഷന് ഒരിക്കലും അത്ര അളവിലുള്ള ബീജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡൗട്ടുകൾ ഉണ്ടാവാൻ കാര്യം. നിരവധി ആൾക്കാർ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഈ ഒരു ക്രൈമിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന ഡൗട്ട് വരാൻ കാര്യം ഇതൊക്കെ കൊണ്ടാണ്. അപ്പൊ അതിൽ CBI വന്നിട്ടുണ്ട്. CBI ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംസ്ഥാന തലമായിട്ട് അല്ലെ കൊൽക്കത്ത സംസ്ഥാനമായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതിലുണ്ടാക്കുന്ന ഒരു സമീപനം വളരെ മോശമായും പ്രോപ്പർ ആയതുമല്ല. അതാണ് ആൾക്കാരെ കൂടുതൽ വൈകാരിക തലത്തിലേക്ക് പ്രൊട്ടസ്റ്റ് കൊണ്ടുപോയിരിക്കുന്നത്. ഇനി അത് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. പിന്നെ ഇവിടുത്തെ കൊൽക്കത്ത മുഖ്യമന്ത്രി താഴെ ഇറക്കാനുള്ള ഒരു എതിർ പാർട്ടിയെ രാഷ്ട്രീയപരമായി കാണുന്നതാകാം ചിലപ്പോൾ. എൻ്റെ ഒരു അസംഷനാണ് ഞാൻ പറയുന്നത്. അതായത് പുള്ളിക്കാരിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് എതിർ പാർട്ടി ഗുണ്ടകളെ ഇറക്കി വേണമെങ്കിൽ ഇതൊക്കെ പൊളിക്കുകയും അങ്ങനെ അപ്പം മുഖ്യമന്ത്രിക്ക് എല്ലാവരും പ്രൊട്ടസ്റ്റുകാർ കുറ്റപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അവിടുത്തെ ഗവൺമെന്റ് ആയിരുന്നു ഇതിനെതിരെ പ്രോപ്പറായിട്ടൊരു നടപടിയും കാര്യങ്ങളും സ്വീകരിച്ചിരുന്നെങ്കിൽ ഇവരിങ്ങനെയൊന്നും മുമ്പോട്ട് പോകത്തില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു. അത് അവരുടെ ഒരു നെഗറ്റീവ് സൈഡാണ്. ഇനി എതിർ പാർട്ടി പൊളിറ്റിക്കൽ പരമായിട്ട് ഇത് മിസ്ലീഡ് ചെയ്യുകയും മിസ്യൂസ് ചെയ്യുന്നതാണോന്നും നമുക്കറിയത്തില്ല. എന്തായാലും ആ കുട്ടി ഇത് ക്രൂരമായി പീഡിക്കപ്പെട്ടു, ലാസ്റ്റ് മരണത്തിന് കീഴടങ്ങി. അവർക്ക് നീതി കിട്ടട്ടെ. അത് നിർഭയ പോലെ തന്നെ, അവിടെ നിർഭയയുടെ കേസിലെ പോലെ തന്നെ
കുറ്റവാളികൾ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം നല്ല ശിക്ഷ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എല്ലാം മനസ്സുകൊണ്ട് കുട്ടിയുടെ മരണത്തിന് വളരെയധികം ദുഃഖമുണ്ട്, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് പിന്നൊരിക്കൽ ഞാൻ വരുന്നതായിരിക്കും മച്ചാൻ ടോക്സിലൂടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.